ഇന്ന് സ്പെഷ്യൽ ഊണ് തന്നെയാണ് കേട്ടോ. അപ്പം കുറച്ച് കൊഞ്ച് കിട്ടിയേ. അപ്പം മകൾക്ക് 2 പേർക്കും ബിരിയാണി വെച്ചാൽ മതി എന്നായേ. എനിക്കതിനെ കുറച്ച് തേങ്ങ അരച്ചിട്ട് മുരിങ്ങയ്ക്കൊക്കെ ചേർത്ത് വെക്കണമെന്നായിരുന്നു. പക്ഷേ 2 പേർക്കും ബിരിയാണി മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് റൈസ് 1/4 വേവ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് രമ്പയിലയും കൂടി ഇട്ട് അരി ഒരു 1/4 വേവായപ്പോഴേക്കും ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. 1/4 വേവെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഉൾഭാഗം വരെ വെന്ത് കിട്ടുന്ന ആ ഒരു പരുവമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മയം വരുന്ന ആ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ കൊഞ്ച് ബിരിയാണി വയ്ക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കാത്തത്. അപ്പം ഊറ്റിയെടുത്ത അരിയെ ഇതുപോലെ കുറച്ച് തേങ്ങാപ്പാലും നെയ്യും കൂടി ഒരു പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം ചോറൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് റോസ്റ്റും കൂടെ ഇട്ട് ഇതുപോലെ 3 ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യ് ഇടയ്ക്കൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് കട്ടിയായതുകൊണ്ട് തന്നെ എല്ലായിടത്തും കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഒരുപാടായിപ്പോവും അതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും. അതുകൊണ്ട് കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതുപോലെ ഒരു ഇരുമ്പ് പാത്രം അടിയിൽ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് അതിൽ തീ അടിക്കുമ്പോഴേക്കും ചോറൊക്കെ പെട്ടെന്ന് അങ്ങ് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പോഴേക്കും നന്നായിട്ട് അതെല്ലാം കൂടി മിക്സായി നല്ല സോഫ്റ്റായിട്ട് ചോറ് റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ കൊഞ്ച് ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സലാഡിന് പകരം കുറച്ച് മയണൈസ് വെജിറ്റബിൾസൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചാറും പപ്പടവും കൂടി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇത്രയേ ഉള്ളൂ.